ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു അടിപൊളി മന്തി ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവരും വായോ. ഇന്ന് നമ്മുടെ സൂപ്പർ ഡ്യൂപ്പറായിട്ടുള്ള മന്തി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ഗോൾഡൻ ബസുമതി റൈസാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. ഒരു കലം വെള്ളം, അത്യാവശ്യം നല്ല വെള്ളം എടുത്തോളൂ. വെള്ളത്തിന് അളവൊന്നുമില്ല. ഒരു കലത്തിൽ വെള്ളം വയ്ക്കുക. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം, കുതിർക്കൊന്നും വേണ്ട കേട്ടോ. കഴുകിയതിന് ശേഷം അതിലിട്ടിട്ട് ഒരു ഉണക്ക നാരങ്ങയും ഉപ്പും ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നമ്മുടെ അരി നന്നായി വേവിക്കാൻ വയ്ക്കുക. ആ സമയം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുക്കുക. 2 വലിയ ലെഗ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കുക. ഒരു ചെറിയ കല്ലോ അമ്മിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചതച്ചാൽ മതി. മസാലയായിട്ട് ചേർക്കുന്നത് മാഗി ക്യൂബ് 1, കുരുമുളക്, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പ്, മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കി വേണം ചേർക്കാൻ. ഇതൊരു കുക്കറിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പൊടിച്ച് റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് തിരുമ്മി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഉപ്പ് നോക്കിയതിന് ശേഷം വേണം നമ്മൾ മസാലയിൽ ഉപ്പ് ചേർക്കാൻ. മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. പിന്നെ ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഈ പുരട്ടിയ ചിക്കൻ്റെ പുറത്ത് കൂടെ ഒഴിക്കുക. ഒരു കഷ്ണം ക്യാപ്സിക്കം വലുതായി മുറിച്ചിട്ട് ചിക്കനിൽ ചേർക്കുക. ഇത്രയാണ് നമ്മുടെ മസാലയായിട്ട് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് ഊറ്റിയെടുക്കണം. നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണേ. നമ്മുടെ ചോറ് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെള്ളം വാരട്ടെ. വെള്ളം വാർന്ന ചോറ് നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നികത്തി കൊടുക്കുക കേട്ടോ. നന്നായി നികത്തി കൊടുത്തിട്ട് ഒരു മഞ്ഞ കളർ നമുക്ക് ചെറുതായിട്ട് വേണമല്ലോ, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുക്കറിൽ ഇങ്ങനെ ചോറിൻ്റെ പുറത്ത് കൂടെ ഒറ്റിച്ച് കൊടുക്കുക. നടുവിലൊരു കുഞ്ഞി പാത്രം വെച്ചതിന് ശേഷം നമുക്ക് ചുറ്റും ഒരു 4-5 പച്ചമുളക് ഒന്നും ഇങ്ങനെ കുത്തി നിർത്തി കൊടുക്കുക കേട്ടോ. നമ്മുടെ മന്തിക്കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അത് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 കരിക്കട്ട എടുത്തിട്ട് നമുക്ക് കനലിൽ ഒന്ന് നന്നായി കനലാക്കി എടുക്കുക കേട്ടോ. നന്നായി കനലാക്കിയതിന് ശേഷം അത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 2-3 ഒരു തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സ്മോക്ക് വെക്കുക. ഈ സ്മോക്ക് പോണേക്ക് മുമ്പ് തന്നെ കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലിടുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ എല്ലാവരും ശ്രദ്ധിക്കണേ, അല്ലാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചോറ് കുഴഞ്ഞു പോകും. വിസിൽ വന്നു കഴിഞ്ഞാൽ ആവി പോയി കഴിഞ്ഞ് തുറന്ന് നമ്മുടെ സ്മോക്കിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കുക. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഈ ചിക്കൻ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചിക്കനെ മാത്രം ഒന്ന് പെറുക്കി ചോറൊക്കെ തട്ടിക്കൊട്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ വെന്ത ഈ മസാല കുക്കറിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും. അതിൽ നമ്മുടെ ചോറ് ചേർത്ത് നന്നായി മിക്സ് ആക്കുമ്പോൾ നമ്മുടെ ചോറിന് വേണ്ട എല്ലാ മസാലയും ടേസ്റ്റൊക്കെ പിടിക്കും കേട്ടോ. ചിക്കൻ ഇതാ മൊരിയിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മന്തി റെഡിയാണ്. കടയിൽ എവിടെയും പോകേണ്ട ഇത് കഴിക്കാൻ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.